തബഖാത്തിലും ഒക്കെ ഷാറാനി ഇമാം ആ സംഭവം പറയുന്നുണ്ട്. ഷാറാനി ഇമാം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എന്റെയും റസൂലുള്ളാഹിയുടെ ഇടയിൽ രണ്ട് ഷെയ്ഖുമാരേ ഉള്ളൂ. ഒന്ന് അലിയുൽ ഖവ്വാസ്, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഷെയ്ഖായ ഇബ്രാഹിമുൽ ബത്ബൂലി റളിയല്ലാഹു അൻഹു. പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഇമാം ഷാറാനി തന്നെ പറയുന്നുണ്ട്, എന്നാൽ അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ത്വരീഖത്തിന്റെ രംഗത്ത് ആധികാരിക കിതാബുകളിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ തന്റെ ഷെയ്ഖുമാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ സയ്യിദി അബ്ദുൽ അസീസിന് ദബ്ബാഗ് ആവട്ടെ, സയ്യിദി അബ്ദുൽ വഹാബ് ഷാറാനി ആവട്ടെ, ഹാഫിദ് ഇബ്നുൽ മുബാറക് ആകട്ടെ, അവരുടെയൊക്കെ ബൈഅത്തിന്റെ രീതി അവരുടെ ഷെയ്ഖുമാരുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. എന്നാൽ മറ്റു ഉസ്താദുമാരുടെ പരമ്പരയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എത്തുന്ന സനദ് അവർക്കുണ്ടായിരിക്കും. അത് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്, സയ്യിദി മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്. അംഗീകരിക്കപ്പെട്ട റസൂസിയ തരീഖത്തിന്റെ ഭരണശാലയിൽ നിന്ന് ഖലീഫമാരിൽ നിന്നല്ല അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോഴ് രണ്ട് തരത്തിലുള്ള ഷെയ്ഖും ഉത്തരവാദിത്തപ്പെട്ട മശായിഖന്മാർക്കൊക്കെ ഉണ്ടാകും. കസ്ബിയായ വഴിയിലൂടെ റസൂലുള്ളാഹി വരെ എത്തുന്ന സനദും, അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇൽമു ലഭിച്ച, ലദുന്നിയായ ഇൽമു ലഭിച്ച ഉവൈസിയ രീതി എന്നൊക്കെ മഹാന്മാര് പറയുന്ന പാരമ്പര്യങ്ങൾ, ആധ്യാത്മിക കാവഴികൾ, ഇതൊക്കെ സയ്യിദിക്കറിയാം. കാരണം 2 വർഷം മുമ്പ് പ്രിയപ്പെട്ട സയ്യിദി എന്റെ ഈ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ അല്പവും നൊമ്പരപ്പെടേണ്ടതില്ല. ഇപ്പോൾ ത്വരീഖത്തിൽ ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത ഹുസൈൻ ബാഖവി എന്ന മാന്യനായ പണ്ഡിത സുഹൃത്ത് 10ഓളം കിതാബുകളുടെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് സയ്യിദിയുടെ ഈ തെറ്റായ വാദഗതിയെ ഭംഗിയായി ഖണ്ഡിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ കിതാബിന്റെ ഇബാറത്തുകൾ മുഴുവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ സയ്യിദിക്കും കിട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ സയ്യിദി ആ കിതാബ് ഒന്നുകൂടി പരിശോധിച്ചാൽ മതി. വെറുതെ എന്തെങ്കിലും അറിവില്ലാത്ത വിധത്തിൽ സംസാരിച്ച് തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രിയപ്പെട്ട ഹുസൈൻ ബാഖവിയുടെ ആ വിഷയത്തിലുള്ള 2 കിതാബുകൾ, ഒന്ന് അറബിയിലുള്ള കിതാബുണ്ട്, മറ്റൊന്ന് മലയാളത്തിൽ വളരെയേറെ വിശകലനങ്ങളും അറബിയിലുള്ള ഉദ്ധരണികളുമുള്ള കിതാബുണ്ട്. ആ ഹുസൈൻ ബാഖവിയുടെ കിതാബെങ്കിലും ഒന്ന് പഠിക്കാനുള്ള സന്മനസ് പ്രിയപ്പെട്ട സയ്യിദി കാണിക്കണം. പക്ഷേ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചില്ല. എന്തുകൊണ്ട്? കസ്ബിയായ ഉസ്താദുമാരിൽ നിന്ന് തന്നെ അദ്ദേഹം ആവശ്യമായ ദീനി ഇൽമ് നേടിയിട്ടുണ്ട്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ 2ഉമുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വറാസത്ത്, വിലായത്ത് കൈമാറ്റം ചെയ്യപ്പെട്ട രീതിയിൽ ലഭിച്ച ഇൽമുണ്ട്, ലദുന്നിയായ ഇൽമുണ്ട്. അതോടൊപ്പം ആവശ്യമായ ഇൽമ് കസ്ബിയായി നേടിയിട്ടുണ്ട്. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉമ്മിയല്ല, അദ്ദേഹം കസ്ബിയായി ഇൽമു നേടിയിട്ടുള്ള ആളാണ്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. അസ്ഹറിന്റെ സിലബസ് അനുസരിച്ച് 12 വർഷത്തോളം അദ്ദേഹം മതപഠനവും ഭൗതിക പഠനവും ഒക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉമ്മിയാണ് എന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല. അത് വെണ്ണക്കോട് സഖാഫിയും ചെറിയ എ.പി. മുഹമ്മദ് മുസ്ലിയാരും ഒക്കെ എന്റെ പേരിൽ പറഞ്ഞത് പച്ച നുണയാണ്. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു എഞ്ചിനീയറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഉമ്മിയല്ല എന്ന് ഉറപ്പായി. ഖുർആൻ ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്നും 12 വർഷത്തോളം ദീൻ പഠിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാൽ അതോടുകൂടി കസ്ബിയായ ഇൽമ് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു നേടിയിട്ടുണ്ട് എന്ന് ഉറപ്പായി. ഏതായാലും സയ്യിദിയുടെ വിശകലനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഷെയ്ഖ് മുഖ്താറിന് ഈ ഒരു കുഴപ്പം ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ലല്ലോ. മുറബിയായ ഷെയ്ഖ് എന്ന് സയ്യിദിയുടെ മാനദണ്ഡ പ്രകാരം പറയാൻ വയ്യ. എന്നാലും യഥാർത്ഥ വലിയായ അളവറ്റ ഇൽമ് കിട്ടിയിട്ടുള്ള ഒരു മുഹമ്മദ് ഉസ്മാന്റെ മുരീദായിട്ടുള്ള ഷെയ്ഖ് മുഖ്താർ മോശക്കാരനല്ല, അവരെ ഒന്നും തള്ളണമെന്നല്ല ഞാൻ പറയുന്നത് എന്ന് സയ്യിദി വിശകലനത്തിൽ പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. ഈ നിലക്ക് ഈ ഷെയ്ഖ് മുഖ്താർ ഇയാള് മരിച്ചതിന് ശേഷം ഇയാൾ പറഞ്ഞു ഞാനാണ് ത്വരീഖത്തിന്റെ മുറബിയായ ഷെയ്ഖ്. അപ്പൊ ഇയാളുടെ നേരെ മക്കളുണ്ട് 2 ആളുകൾ, ഇബ്രാഹിം, മുഹമ്മദ്. ഇത് ഈ ത്വരീഖത്തിന്റെ മുഹമ്മദ് ഉസ്മാൻ അബ്ദു എന്ന് പറയുന്ന കക്കാടിന്റെ ത്വരീഖത്ത് സ്ഥാപിച്ച ഷെയ്ഖിന്റെ 2 മക്കളാണ്. ഇയാൾ മകനല്ലെങ്കിലും ത്വരീഖത്ത് സ്വീകരിച്ച ഈജിപ്തുകാരനുമാണ്. ഇനി ഇയാൾ ഇങ്ങനെ ആയതിനു ശേഷം 983 ഷെയ്ഖ് ഉസ്മാൻ എന്നവർ വഫാത്തായി. ശേഷം ഈ ത്വരീഖത്തിന്റെ ഖിലാഫത്ത് പദവി ഞങ്ങൾക്കാണ് എന്ന് ഈ 2 മക്കൾ. മുഖ്താർ പറയുന്നു എനിക്കാണ്. അങ്ങനെ തർക്കമാണ്.
നോക്കണേ നിങ്ങൾ. തർക്കമായപ്പോൾ മുഖ്താർ പറഞ്ഞു, മുഖ്താറിനൊപ്പമുള്ളവരൊക്കെ ഞങ്ങൾ സ്വപ്നം കണ്ടത് മുഖ്താറാണ് ചെയ്തതെന്നുള്ളത്. എന്തിനാണ് സഅദി സ്വപ്നത്തിന്റെ കഥ പറയുന്നത്? 2665 വരികളുള്ള വിശിഷ്ടമായ ഖസീദ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ തിരുനാവിലൂടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി 10 ദിവസത്തിന് ശേഷമാണ് മുഖ്താറിന്റെ നാവിലൂടെ തന്റെ ഷെയ്ഖിന്റെ തൽഖീനായി ഈ ഖസീദ അവതരിച്ചത്. ഇത് സുഡാനിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക വറാസത്തിന്റെ കാര്യത്തിൽ, ഖിലാഫത്തിന്റെ കാര്യത്തിൽ സുഡാനുള്ളവരും അറിവിന്റെ വെളിച്ചത്തിൽ ഒരിക്കലും തർക്കിക്കേണ്ട പ്രശ്നമില്ല. എന്നാൽ മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്ത് അവരും നിലനിർത്തുന്നുണ്ട്. അവരുടെ മഖാം അവിടെയാണ്. ആ മഖാമുമായി ബന്ധപ്പെട്ട ത്വരീഖത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. അതിവിടെ എന്താണ് കുഴപ്പം? ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിൽ വറാസത്ത് ലഭിച്ചിട്ടുണ്ട്, അനന്തരാവകാശത്വം കൈമാറി വന്നിട്ടുണ്ട് എന്നതിന് കിനാവിലെ തെളിവല്ല. മിസ്റിലുള്ള 10,000 മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹാന്മാര് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഷെയ്ഖ് മുഖ്താറിന്റെ തിരുമുമ്പിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും മദതും കാക്ഷിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തുടരുകയാണ്. ഖസീദ തന്നെ ഒന്നാമത്തെ തെളിവാണ്. രണ്ടാമത്തത് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരെ സാധാരണ ഒരു മുരീദിനെ പോലെ പ്രവർത്തിച്ചിരുന്ന ഷെയ്ഖ് മുഖ്താർ വഫാത്തിന്റെ ശേഷം 10-ാം ദിവസം ഈ ഖസീദ തന്റെ തിരുനാവിലൂടെ പ്രത്യക്ഷപ്പെടുകയും അന്ന് മുതൽ അളവറ്റ ഇൽമ്, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, അളവറ്റ ഇൽമ് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി ഉലമാക്കൾ ഷെയ്ഖ് മുഖ്താറിന്റെ ദർസിലിരുന്ന് ആ ഇൽമ് എഴുതിക്കൊണ്ടിരിക്കുന്നു. 25 വർഷമായി കസ്ബിയായ വായനാ പഠന രീതി ഷെയ്ഖ് മുഖ്താർ ഒരിക്കൽ പോലും സ്വീകരിച്ച് കാണുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സഅദി തന്നെ അതിനുശേഷം പറയുന്ന ഒരു വലിയ അബദ്ധം, ഒരു തെറ്റിദ്ധരിപ്പിക്കൽ, വല്ലാത്ത അത്ഭുതമുണ്ട്, വിസ്മയമുണ്ട് പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. കേൾക്കുക. ഞങ്ങൾ സ്വപ്നം കണ്ടത് മുഖ്താറാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ ഇപ്പൊ ഇത് രണ്ടും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനമായിട്ടുണ്ടോ ഇല്ലെന്ന് അല്ലാഹു അഅലം. നമ്മൾ ബന്ധപ്പെട്ടിടത്തോളം സുഡാനിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു പ്രഖ്യാപനമാണിത്! ഞങ്ങൾ ബന്ധപ്പെട്ടിടത്തോളം സുഡാനിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മിസ്റിൽ ഇതുവരെ അവർ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അപ്പൊ സുഡാനിൽ ബന്ധപ്പെട്ടു എന്നാ പറയുന്നത്. അവാസ്തവമായ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ എങ്ങനെയാണ് പണ്ഡിതന് പറയാൻ കഴിയുക? മിസ്റിലുള്ള ഒരു മുഖ്താറിന്റെ കാര്യത്തിൽ സുഡാനിൽ എന്തിന് കേസ് നടക്കണം? ഇതെങ്കിലും കേൾക്കുന്നവർക്കറിയില്ലേ? ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബന്ധപ്പെട്ടിടത്തോളം വിധിയായിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ ആ വിധിയും കാത്തിങ്ങനെ കഴിഞ്ഞു കൂടിക്കോ. ഇൻഷാ അല്ലാഹ് ഒരു ഹഖായ ത്വരീഖത്തിനെയും ഷെയ്ഖിനെയും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം പ്രസ്താവങ്ങളൊക്കെ നടത്തിയാൽ വിധി വരുന്ന ഒരു ദിവസം വേറെയുണ്ട്. അതിനെ എല്ലാവരും ഭയപ്പെടുന്നതും അതിനെ കാത്തിരിക്കുന്നതും എല്ലാവർക്കും ആവശ്യമാണ്. കളവ് എന്തായാലും പറയരുതല്ലോ മനുഷ്യന്മാര്. സുഡാനിൽ ഷെയ്ഖ് മുഖ്താറിനെതിരായ കേസ് നിലനിൽക്കുന്നുണ്ട്, വിധിയായിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കുക. കാന്തപുരം ഉസ്താദിനെ പോലുള്ള മഹാത്മാക്കൾ ഈ പ്രസംഗത്തെയാണല്ലോ ന്യായീകരിച്ച് പത്രസമ്മേളനം നടത്തുന്നത്. അത്ഭുതമുണ്ട് ഈ കാര്യത്തിലൊക്കെ. ബഹുമാനപ്പെട്ട പൊന്മളയുടെ ഈ രംഗത്തുള്ള സംഭാവന ശ്രദ്ധേയമാണ്. ബുർഹാമിയ്യ ത്വരീഖത്ത് എന്നാണ് മിസ്റിൽ ഇതിന് പേര് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പിന്നെ വലിയ ബിസിനസ്സും കമ്പനിയും ഒക്കെ തുടങ്ങി പരാജയപ്പെട്ടിട്ടുണ്ടാകും എന്ന ഒരു ഊഹമാണ് അദ്ദേഹത്തിന്റെ വകയുള്ള വലിയൊരു സമ്മാനം. ഇവിടെ കേരളത്തിൽ MD ആയി ചില കമ്പനിയൊക്കെ തുടങ്ങി നഷ്ടം പറ്റിയ അനുഭവങ്ങളൊക്കെ ഉള്ളത് ഇവർക്കൊക്കെ തന്നെയാണ്. അതെന്തിനാണ് താൻ ഒരിക്കൽ പോലും അറിയാത്ത കാണാത്ത ഒരു ഷെയ്ഖിന്റെ പേരിൽ വെച്ച് കെട്ടുന്നത്? പൊന്മള ഉസ്താദ് പറയുന്നത് കേൾക്കാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദുസൂഖിലേക്ക് ചേർത്തിയൊരു തരീഖത്ത് ഉണ്ട്, ഹക്കായ തരീഖത്ത്. ഖാദിരിയ ചിസ്തിയൊക്കെ ഉള്ള മാതിരി തന്നെ അത് ഹക്കായ തരീഖത്ത്, സംശയമൊന്നുമില്ല. ആ തരീഖത്ത് ഇബ്രാഹിമിലേക്ക് ചേർത്തി ബർഹാമിയ എന്നും പറയും. പേരൊന്നും മാറ്റി ബുർഹാനിയ തരീഖത്ത് എന്നാക്കി. അങ്ങനെയാണ് ബുർഹാനിയ വരുന്നത്. ഇതൊക്കെ നമുക്ക് അവിടുത്തെ രേഖകൾ നേരത്തെ കിട്ടി. അങ്ങനെയാണ് ബുർഹാനിയ ആകുന്നത്. ആ ബുർഹാനിയ തരീഖത്തും പ്രചരിപ്പിച്ചുകൊണ്ട് അയാൾ അവിടുത്തെ സമ്പന്നരായ ആളുകളിൽ നിന്ന് കാശൊക്കെ വാങ്ങി ഒരു കമ്പനി, ആ കമ്പനി കുറെയൊക്കെ നടത്തി. വേണ്ടത്ര വിജയിച്ചു കാണൂല. ആ കമ്പനി കുറെയൊക്കെ നടത്തി വേണ്ടത്ര വിജയിച്ചു കാണൂല. അയാൾ അവിടുന്ന് ഈജിപ്തിൽ വന്നു. ഈജിപ്തിൽ വന്നപ്പോ വീണ്ടും അയാൾ പേര് പഴയ പേരിന് കൊടുത്തു. കാരണം സുഡാനിലാണല്ലോ നേരത്തെ
ഈ തരീക്കത്ത് പേരിൽ ഇവിടെ പ്രചരിപ്പിക്കാൻ പറ്റൂലാറുണ്ട്. രാഷ്ട്രം മാറിയില്ലേ? ഈജിപ്തിൽ വന്നപ്പോൾ പഴയ പേര്